ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ച് വടകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. അഞ്ചുവിളക്ക് ജംഗ്ഷന് സമീപം നടന്ന പരിപാടി കോട്ടയം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ജനങ്ങളിൽ നിന്ന് പാടെ ഒറ്റപ്പെട്ടു പോയ ഒരു സർക്കാർ ജനങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് അധികാരത്തിൽ വരില്ല എന്ന് തിരിച്ചറിവിന്റെ ഒരു ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം പമ്പയിൽ നടത്തിയ അയ്യപ്പ സംഘം. ഒരുപക്ഷെ ഇനി അയ്യപ്പന് മാത്രമേ ഇനി മൂന്നാമത്തെ ഈ സർക്കാരിനെ അധികാരത്തിലെത്താൻ സാധിക്കൂ എന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും പ്രത്യേകിച്ച് പിണറായി വിജയനും മാറിയിരിക്കുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പമ്പ വരെ എത്തിയിരിക്കും. ഇനി പമ്പയിൽ നിന്ന് 2.5 കിലോമീറ്റർ മാത്രമേ സന്നിധാനത്ത് ഇനി എത്താനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇനി ഒരുപക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നമുക്ക് കറുപ്പമെടുത്ത് അതുപോലെ തന്നെ അദ്ദേഹം 18ാം പടി കയറുന്ന ഒരു കാഴ്ച ഒരുപക്ഷെ കേരളത്തിലെ പൊതുസമൂഹം കാണേണ്ടി വന്നാലും നമുക്ക് അത്ഭുതപ്പെടാനും. അതുകൊണ്ട് ഇന്ന് 2-3 ദിവസമായി കേരളത്തിന്റെ നിയമസഭയിലും ഈ സ്വർണ്ണ കട്ട ആളുകൾ ആരാണ് എന്ന് വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിയമസഭ പ്രക്ഷുബ്ധമാണ്. അതുമാത്രമല്ല, ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ദേവസ്വം മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം പ്രസിഡന്റും രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ പ്രതിപക്ഷങ്ങൾ ശക്തമായി വാദമുന്നയിക്കും. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.